ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നോസ് വേൾഡ്. വീഡിയോ എടുക്കുന്നില്ലേ? ഈ ഒരു മൂലയ്ക്ക് ഇന്ന് വീഡിയോ എടുത്തോ? ഞാൻ ചുമ്മാ കഴിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട ഗൈസ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഇത്രയും നാളെ ഞങ്ങൾ എങ്ങനെയാണ് ഫോൺ വെച്ചുകൊണ്ടിരുന്നതെന്ന് അറിയോ? വീഡിയോ എടുക്കാൻ നേരത്ത് ഒന്നെങ്കിൽ മേടിക്കുന്ന സ്റ്റാൻഡിന് മണ്ടേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്ത് വെച്ച് അതേ ചായ, അല്ലെങ്കിലോ ജനറൽ ചൈൽഡ്. ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഒരു ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് വേണമെന്ന്. പക്ഷെ അത് മേടിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. അതുമല്ല നല്ല പൈസയാകുമോ, ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് അല്ലേ, അതുപോലെ ഏറ്റവും നല്ലത് എവിടെ കിട്ടും ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ ചെറിയൊരു ട്രൈപോഡ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ കൈ സാധ്യത എത്തിയപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നിങ്ങളെയും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡാണ്. ഈ ചെറിയൊരു സാധനമാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഫീച്ചറുള്ളൊരു ട്രൈപോഡ് തന്നെ നമുക്ക് കിട്ടിയത്. അപ്പം ഇതാണ് അതിൻ്റെ കവറ്. അപ്പം നമുക്ക് ട്രൈപോഡ് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു കുഞ്ഞു സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് ഗൈസ് ഇതിന് എൻ്റെ അത്രയും നീളമേ ഇത് നിവർത്തി കഴിഞ്ഞാൽ ഇവിടെ അത്ര നീളമുള്ള ഗൈസ്. അപ്പം ഇതിന് അത്യാവശ്യം ഈ ഒരു ലെങ്ത് വരും. നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്കിത് ഇങ്ങനെ കണ്ടോ ഗൈസ്, ഇതിങ്ങനെ നിവർത്തി നമ്മൾ ഇതിങ്ങനെ വലിച്ച് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടിരിക്കും, നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഒരിക്കലും ഇത് ലൂസ് ആയെന്ന് തോന്നില്ല, കാരണം ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഗൈസ് ലൈറ്റ് വെക്കും. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ ആ സ്വിച്ച് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇത് ഞാൻ എൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. കണ്ടോ ഗൈസ്, നമുക്ക് നൈറ്റൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പകലാണെങ്കിലും ഇത് കണ്ടോ തെളിഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ ഗൈസ്. ഇത് ഒരു നോർമൽ ലൈറ്റാണ്. ഒന്നും കൂടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ ആംഗിളൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് താഴെ വരെ ഇത്രയും വെക്കാം. അതുപോലെ നമുക്ക് മണ്ടയിലോട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോൺ ഇതിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ തിരിച്ച് മുറുക്കി വെക്കാം കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മുടെ എത്രയാണോ നമുക്ക് എന്ത് വേണ്ടത് അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ ഗൈസ്. സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇത്രയും മടക്കി നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് കൊണ്ടുപോകാം. ഭയങ്കര ഈസിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് വയർലെസ് ബ്ലൂടൂത്ത് ഇതിൽ നമ്മൾ അവർ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു ഗൈസ്, ഇതാണ് സംഭവം കേട്ടോ. ഇത് നമുക്ക് ഇതിൽ തന്നെ പ്രസ് ചെയ്ത് ഓൺ ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിപ്പോൾ ഫോണിലൊക്കെ അറ്റാച്ച് ചെയ്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഇതെന്തെങ്കിലും ഐസ്ക്രീം കഴിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ഐസ്ക്രീം വണ്ടിക്കാരൻ വന്നോട്ടോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന കേട്ടോ ഗൈസ്. ഇത് നമുക്ക് തിരിച്ചിവിടെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെൽഫി എടുക്കുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് അത് തിരിച്ചാവാം. ഒരു മിനിറ്റ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് ഫോൺ നമുക്ക് ഏത് ആംഗിളിലാണോ വേണ്ടത് അങ്ങനെ ആക്കാം. എന്നിട്ട് നമുക്ക് ബ്ലൂടൂത്ത് നമുക്കിത് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്ത് നമുക്ക് കൈ തന്നെ വെച്ച് നമുക്ക് എന്തായത് വീഡിയോ എടുക്കാനും ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അതുപോലെ വേറൊരു സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ലൈറ്റ് ഇതും ഡിറ്റാച്ചബിൾ ആട്ടോ ഗൈസ്. കേട്ടോ ഗൈസ്, നമ്മുടെ ഈ ലൈറ്റും ഡിറ്റാച്ചബിൾ ആണ്. നമുക്കിത് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇവിടെ പിടിപ്പിച്ച് വെക്കാം, എന്തെങ്കിലും പിടിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനം ഒരു ചാർജർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ ചാർജർ നമ്മുടെ വീട്ടിലിരിക്കും കേട്ടോ ഗൈസ്. ഇത് ഞങ്ങൾ പുതിയ വീട് പണിയുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് എടുക്കുന്നത്. ആ ചാർജർ വീട്ടിലായി പോയിട്ടോ ഗൈസ്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമായതുകൊണ്ട് അവർ ശല്യം ചെയ്യുന്നില്ല. അപ്പം ഇങ്ങോട്ട് തന്നെ ഓടിക്കും. അതുകൊണ്ട് ഞങ്ങൾ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ചാർജർ കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും വീഡിയോസ് ആയി ഇടാറില്ലായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് ആവാനാണ് പ്ലാൻ. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആയിട്ട്
പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ വെറും 200 രൂപയുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയും ചെറിയ പ്രൈസിന് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ അത് കയറി മേടിക്കുക. അപ്പം നിങ്ങൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോവുക. അപ്പം വെറും 200 രൂപയുടെ പ്രൊഡക്റ്റാണിത്. നമുക്ക് അങ്ങനെ വലിയ പൈസ കൊടുത്ത് വലിയ സാധനങ്ങളൊന്നും മേടിക്കാനുള്ള സാമ്പത്തികമൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വെറും 300 പേരേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ മനസ്സിലാകും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ട്രൈപോഡ് മേടിച്ചിട്ടേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങണം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഐസ്ക്രീമിന് എൻ്റെ കോൺസെൻട്രേഷൻ പോയതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ ചേച്ചി നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയി ബാക്കി ഐസ്ക്രീം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3, 2, 1. തരാവോ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ തരാവോ? 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 വാ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ഈ ട്രൈപോഡിൽ വീഡിയോ എടുക്കാൻ നമ്മൾ കുറച്ച് വട്ടം കറങ്ങാൻ കഴിച്ചു. ഇപ്പൊ ട്രൈപോഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നില്ല, കൈ കിട്ടുന്നില്ല. അത് വെച്ചാണ് ഇപ്പോൾ ഒരാൾ ഇവിടെ മുഴുവൻ പരിപാടി. അപ്പം വീഡിയോ എടുക്കാൻ ട്രൈപോഡ് നമുക്ക് ലഭിക്കും എന്ന് നമ്മുടെ അടുത്ത അതിഥി എത്തിയിട്ടുണ്ട്. ഒരാളിവിടെ എത്തി നോക്കുന്നുണ്ട്. ഗൈസ് ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ട്രൈപോഡ് കിട്ടിയിട്ടും കയ്യിൽ വെച്ച് വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. ട്രൈപോഡിൻ്റെ ഒരാളതും കൊണ്ട് ഓട്ടമാണ്, തരുന്നില്ല. അപ്പോൾ അവർക്ക് കളിക്കാൻ ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയതാണ് ഗൈസ് പൊന്നൂസ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ബൈ 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 ബൈ. തരാവോ? തരാവോ? വാ നമുക്ക്